സ്റ്റാർ മാജിക്കിന്റെ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. സോ വെൽക്കം എവരിവൺ ആൻഡ് നൗ യു ആർ വാച്ചിങ് അമൃതവേണി ഹെയർ എലിക്സർ സ്റ്റാർ മാജിക്. ശരി, എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു ചെറിയ പ്ലേ ആയിട്ട് നമുക്ക് പോവാം അല്ലെ. നമ്മുടെ സ്റ്റാർ മാജിക്കിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സീരിയൽസിന്റെ ഇടയിലാണ് നമ്മുടെ ഷോ വന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ. അതിന്റെ ഒരുപാട് സീരിയൽ ഫെയിംസും ഇവിടെ ഉണ്ട്. അതുകൊണ്ട് സിനിമയിലെ നായകന്മാരും ഉണ്ട്. അപ്പോൾ രണ്ട് കോൺസെപ്റ്റ് എപ്പോഴും ഉള്ളത്, അതായത് ഒന്നുമില്ലെങ്കിൽ കരച്ചിലായിരിക്കും, രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും അവിഹിതമായിരിക്കും. ശരിയല്ലേ? ഇതിലെ കൂടുതൽ നമ്മൾ സീരിയലിൽ കണ്ടിട്ടുള്ളത്. കറക്റ്റ്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ കോൺസെപ്റ്റിലേക്ക് പോവാം. അതായത് ഇത്രയേ ഉള്ളൂ, രണ്ട് ടീമും ഇതൊന്ന് പ്ലേ ചെയ്ത് കാണിക്കണം. അതായത് ഭാര്യ ഹൗസ് വൈഫാണ്, ഭർത്താവ് ജോലിക്ക് പോവാണ്. ഏട്ടാ ഓക്കെ ബൈ എന്ന് പറഞ്ഞു വിടുന്നു. അതിനുശേഷം ലൈക്ക് അവിടെ ബോയ് ഫ്രണ്ട് വരുന്നു. ബോയ് ഫ്രണ്ട് വന്ന് ഇവർ തമ്മിൽ സംസാരിക്കുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യുന്നു, ഭർത്താവ് എന്തോ മറന്നിട്ട് വീട്ടിലേക്ക് വരുന്നു, പൊട്ടിത്തെറിക്കുന്നു. പിന്നെ എന്താണെന്നുള്ളത് നിങ്ങൾ എനാക്ട് ചെയ്യണം. ഓക്കെ, ഇതാണ് സീക്വൻസ് എന്ന് പറയുന്നത്. ഓക്കെ, റെഡി, സ്റ്റാർട്ട്. ഫസ്റ്റ് ഉല്ലാസ് പന്തലമാൻ ടീം. ജീവതാളം നീ പ്രണയിനി നീലരാവിലെ സ്നേഹവീതിയിൽ അമതോഴിയായി വാ. ഇന്ന് കമ്പനി ടൂറിന്റെ ആവശ്യവുമായി എനിക്ക് മലേഷ്യയിലേക്ക് പോകണം. ഇനി 2 ദിവസം കഴിഞ്ഞ് ഞാൻ വരും. നമ്മുടെ കമ്പനിക്ക് 40 കോഴിയുടെ ഒരു ടേൺ ഓവർ വന്നിട്ടുണ്ട്. അതിന്റെ മെയിൻ ഞാനാണ്. എന്നും ഞാൻ ഇപ്പൊ എന്നെ മലേഷ്യയിലേക്ക് വിടുന്ന അടുത്ത ടേൺ ഓവർ പിടിക്കാനാണ്. അപ്പോൾ ഞാൻ പോകുമ്പോൾ നീ ഒറ്റയ്ക്കായിരിക്കും. ഞാൻ സഹിക്കും. നിനക്ക് സങ്കടം വരുമോ? വരും. എനിക്ക് മനസ്സില്ല മോളെ, മനസ്സില്ല. എങ്കിലും ഓക്കെ മോളെ, ഞാൻ പോയിട്ട് വരാം. നിനക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് എങ്കിലും ഞാൻ പോകുന്നു. ഓക്കെ മോളെ. എന്താ മുടിയിലും നോക്കണ അവർക്ക് ഇഷ്ടമല്ല? ഹലോ ഹലോ, മന്മഥൻ ചേട്ടാ. ആ പറയടി. അദ്ദേഹം സ്ഥലം വിട്ടു, പെട്ടെന്ന് വാ, ഞാൻ കാത്തിരിക്കുന്നു. എത്ര രൂപയ്ക്കാണ് നിങ്ങളുടെ സ്ഥലം വിറ്റത്? അതല്ല, മന്മഥൻ ചേട്ടനെ കാത്തിരിക്കുകയാണ് ഞാൻ. അദ്ദേഹം മലേഷ്യക്ക് പോയി. ചേട്ടൻ വരില്ലേ? എന്തിന്? ഞാൻ രാവിലെ തൊട്ട് നീ എന്റെ വീടിന്റെ ഫ്രണ്ടിൽ കിടന്ന് കറങ്ങിയല്ലേ? ആ വേട്ടാവിളയം പോകുന്നത് ഞാൻ കണ്ടു. ഏറി വാ, ഞാൻ കതക് തുറന്നിട്ടിട്ടുണ്ട്. അവരിപ്പോ എത്ര ദിവസം കഴിഞ്ഞാ വരുന്നെന്ന് പറഞ്ഞത്? 2 ദിവസം. ഈ 2 ദിവസം നമുക്ക് അടിച്ച് പൊളിക്കാം. ഇവനൊക്കെ പണം പണം എന്നുള്ള ഒരൊറ്റ വിചാരമേ ഉള്ളൂ. സത്യം. നിനക്ക് പെണ്ണൊന്നും സൂക്ഷിച്ച് സംസാരിക്കണം. ഇത്രയും സമയം കൊണ്ട് ഞാൻ എന്തൊക്കെ സ്വപ്നം കണ്ടെന്നറിയാമോ? മന്മഥൻ ചേട്ടനെ പോലൊരു ഭർത്താവായിരുന്നു എന്റെ സ്വപ്നം. എന്തായാലും അയാൾക്ക് പണത്തിനോടുള്ള ആർത്തിമൂത്ത് അയാൾ എങ്ങനെയെങ്കിലും വരട്ടെ, എന്നെങ്കിലും വരട്ടെ. ആ ദിവസങ്ങൾ അത്രയും നമുക്ക് ആനന്ദഭരിതമാക്കാം. നമുക്ക് അടിച്ചു പൊളിക്കാം. പയലെടുത്തോണ്ട് വരാം. ഈ പയൽ എന്താ ഈ പറയണത്? എന്റെ ഭാര്യക്ക് ഇത്ര നീളമില്ലല്ലോ. എടി വഞ്ചകി! ഇതേതാ ചങ്ങലക്കിട്ട ഈ മനുഷ്യൻ? ഭ്രാന്തനാണെങ്കിൽ കടന്നു പോകൂ ഞങ്ങളുടെ വീട്ടിൽ നിന്ന്. ഞാൻ ഈ നിൽക്കുന്നവളുടെ ഭർത്താവാണ്. ആരടാ നീ? ആരടാ നീ? പറയാം. അതിനുമുമ്പ് ഒരു ഗ്ലാസ് വെള്ളം കിട്ടിയ കൊള്ളാം. വെള്ളം നിനക്ക് തരാം. നിന്നെ വെള്ളം കുടിപ്പിച്ചേ വിടൂ. ഞാൻ പറയാം. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്തപ്പോൾ അതും കൊണ്ട് വന്ന ആളാണ്. നീ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ആരാ ഓർഡർ ചെയ്തത്? എനിക്ക് വല്ലാതെ വിശന്നപ്പോ, സ്നേഹം ആവശ്യമായി വന്നപ്പോ അതിന് പകരം ഞാനൊരു ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തു. ചിക്കൻ ബിരിയാണിയോ? ഇന്നിവിടെ വെച്ചതല്ലോ ചിക്കൻ ബിരിയാണി. അത് നീ കഴിച്ചതല്ലേ? എനിക്കാണ് തെറ്റുപറ്റിയത്. നിങ്ങളുടെ കുടുംബ വഴക്കിനിടയ്ക്ക് ഞാൻ വന്ന് കേറാൻ പാടില്ല. നിന്റെ കുടുംബ വഴക്കോ? നീ പോകാൻ പറ്റ അവിടെ നിൽക്കും. കുടുംബ വഴക്ക് സത്യത്തിൽ ഞാൻ വന്നത് എന്തിനാണെന്ന് അറിയാമോ സാർ? വേണ്ട, ഞാൻ മരിച്ചോളാം. എന്നെ ചതിച്ച നിന്റെ കൂടെയുള്ള ജീവിതം എനിക്ക് വേണ്ട. സാർ മരിക്കരുത് സാർ. സാർ മരിച്ചാൽ ഇതെന്റെ തലയിലാകും. ഒരു പെണ്ണിന് ആവശ്യമുള്ളതൊന്നും കിട്ടാതായപ്പോൾ ഞാൻ നിങ്ങളെ വഞ്ചിച്ചു. അയ്യോ, ഇതൊക്കെ ഇങ്ങനെ നാട്ടുകാരൊക്കെ വിളിച്ചു പറയാൻ പറ്റിയ
പറ്റിയ കാര്യങ്ങളാണോ? ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ത്യാഗം, സ്നേഹം, പരിഗണന, പ്രണയം ഇതൊന്നും കിട്ടാതായപ്പോൾ ഈ അത്ഭുത മനുഷ്യനെ ഞാൻ പ്രണയിച്ചു. പ്രിയ സഹോദരി, ഒരു അല്പസമയം നിങ്ങൾക്കും ഞങ്ങൾക്കും വിശ്രമം. അല്ല ഇത് സംഭവം ഇന്റർവെൽ ആയുള്ളൂ. ഇനി ഇതിന് ബാക്കി വരും. വേണ്ട വേണ്ട, അത് വേണ്ട. അടുത്ത നിങ്ങളുടെ പെർഫോമൻസ് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ബാക്കി ഭാഗമുള്ളൂ. അടുത്ത ടീം വരട്ടെ. ചേട്ടാ മതി ഒരുങ്ങിയത്, എന്താ ചെയ്യുന്നത് അവിടെ? ആരുതേ വന്നടി. വാ. ശ്ശോ, ഏയ്, ഇത് തല ചീകിയിലായിരുന്നോ? തലയായിരുന്നു. ഇല്ലെങ്കിൽ നടക്കുന്ന നാടകമാണ്. ദാ, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് പ്രഭാകറുണ്ട്, പ്രഭാകർ. ഈ കോളനി മൊത്തം ചുറ്റിനും പൂവാലന്മാരുടെ ശല്യമാണ്. എത്തിനോട്ടക്കാര് ആവശ്യമില്ലാത്തവർ സംസാരിക്കുന്നത്. നമ്മൾ അത് നോക്കേണ്ട കാര്യം. ഞാൻ ചെയ്യേണ്ടത് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അവരൊന്നും മൈൻഡ് എനിക്ക് ചെയ്തു. ഇതിന് സംശയമില്ല. അതാണ് എന്റെ ചേട്ടനെ. അതിലെ ചേട്ടാ ഓഫീസിൽ പോകുന്ന സമയമില്ലേ? ചോറ് എടുത്ത് വെച്ചിട്ടുണ്ട്, ഫിഷ് ഫ്രൈ ഉണ്ട്, അതൊക്കെ കഴിക്കണം. വയർ നിറച്ചു ആഹാരം കഴിക്കണം. നിന്റെ ഈ സ്നേഹം കാണുമ്പം എനിക്ക് ഇന്നങ്ങ് ലീവ് എടുത്താലോ എന്നങ്ങ് തോന്നുവാ. ലീവോ? അന്ന് പോ ചേട്ടാ. അല്ലെങ്കിൽ എന്താണെന്നറിയോ, നമുക്ക് ശമ്പളം കിട്ടിയിട്ട് ആ പൈസ കൊണ്ട് നമുക്ക് ജീവിക്കാം, നമ്മുടെ മക്കളെയൊക്കെ നോക്കാം. ആണല്ലേ? ഒരു കാര്യം, വൈകുന്നേരം ഞാൻ നേരത്തെ വരാം, എന്നിട്ട് നമുക്ക് പടത്തിന് പോവാം. ചേട്ടാ എപ്പോ വരും? ഞാൻ വൈകുന്നേരം വരാം. സമയം പറ. സമയം 6 മണി. കറക്റ്റ് 6 മണിക്ക്. 6 മണിക്ക്. എന്നാ 6 മണിക്ക് വന്നാ. ഓക്കെ മോളെ. മോള് പോയി കിടക്ക, അച്ഛൻ പോയിട്ട് വരും. ഓക്കെ ഓക്കെ. എടാ സുരേഷ്, നീ എവിടെ നിൽക്കുന്നേ? പെട്ടെന്ന് വാ. സൈക്കിൾ കച്ചവടത്തിന് പോയതാണോ? ചേട്ടാ പോയി, പെട്ടെന്ന് വാ. പെട്ടെന്ന് വാടാ കുരങ്ങ. സുഖമാണീ നിലാവ്, എന്തു സുഖമാണീ കാറ്റ്. സുഖമാണീ നിലാവ്, എന്തു സുഖമാണീ കാറ്റ്. അരികിൽ നീ വരുമ്പോൾ എന്തു രസമാണീ സന്ധ്യ. എന്താ താമസിച്ചേ? എന്താ താമസിച്ചേ? എത്ര സമയം നോക്കിയിരിക്കുന്നു? പറഞ്ഞേ, ഞാൻ പറഞ്ഞില്ല ആ മനുഷ്യ ഇവിടുന്ന് പോകുമ്പോ ഇവിടെ നിക്കണോന്ന്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ആ, നീ ഇങ്ങനെയാണെങ്കിൽ അയാൾ ഇങ്ങനെ ഇവിടെ താമസിക്കുന്നത് സ്നേഹം കൊണ്ടല്ലേടാ. വാ ചോദിക്കട്ടെ. കിലുക്കത്തിലെ രേവതിയാണ്. റീൽസ് നടക്കുകയാണ്. വാ നമുക്കിവിടെ ഇരിക്കാം. പിന്നെ എന്റെ ഈ ഒരു സമയത്തിന് വേണ്ടിയല്ലേ മുത്തേ ഞാൻ നോക്കിയിരുന്നു. കുളിരുന്നോ? എത്ര നാളായി നീ പറയുന്നു നിന്റെ മടിയിൽ ഞാനൊന്ന് ചാച്ചിക്കോട്ടെ? ഇപ്പൊ വേണ്ട, ചാച്ചാം. നമുക്ക് ആദ്യം കുറച്ച് ഇപ്പൊ സംസാരിക്കാം. വേണ്ടെന്ന് പറഞ്ഞ പിന്നെ എപ്പോ അവസരം കിട്ടും? കിട്ടണ അവസരം നമ്മൾ യൂട്ടിലൈസ് ചെയ്തോളണം. ആ മുരടൻ 6 മണിക്ക് വരുള്ളൂ. 6 മണിക്കാണ് വരുള്ളൂ. ആ ബാലസാഹിത്യ അക്കാദമിയുടെ 3 അവാർഡുകൾ കരസ്ഥമാക്കിയ ഈ നാടകം വിജയകരമായി ഇപ്പോഴും വേദികളിൽ. നാടകത്തിന്റെ പേര് എന്തോ? സത്യജ്ഞവും നീ ഒരു യുവാവ്. പാട്ട് പാടും. ഞാൻ എന്റെ മൂഡിലേക്ക് വരട്ടെ അങ്ങോട്ട്. ഉണ്ണി കളിയാക്കല്ലേടാ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ട്. സോറി എന്റെ തെറ്റാ. വീട് മാറിപ്പോയി. ആരാ ആ ഒരു വൃത്തികെട്ട ഒച്ച? അപ്പൊ ഇതാരാ? അയ്യോ അയ്യോ ഇതാരാ? അയ്യോ ചേട്ടാ, അപ്പൊ ചേച്ചി ഏതാ? ഇത് എന്റെ വീടല്ലേ? അയ്യോ, ഇത് നീയല്ലേ? ഇത് നമ്മുടെ വീടല്ലേ? ആരടാ എന്റെ വീട്ടില്? ആരടാ എന്റെ വീട്ടില് ഞാൻ ഇല്ലാത്ത നേരത്തെ വന്ന് കേറാൻ പറഞ്ഞത്? നിന്നോട് ആരാ പറഞ്ഞത്? ചേട്ടാ, എന്റെ ഭാര്യയും ഇതുപോലെ തന്നെ ചൈനക്കാരിനെ പോലെ ഇരിക്കുന്നത്. ഞാൻ വീട് മാറി ഞാനല്ല, ഞാൻ പോയിട്ട് വൈകുന്നേരം പടത്തിന് പോകാൻ വേണ്ടി വരാന്ന് പറഞ്ഞിട്ട് പോയതല്ലേ? മോക്കറിയില്ലേ? അറിയില്ല. ഇറങ്ങടാ എന്റെ വീട്ടിൽ നിന്ന്, ഇറങ്ങടാ എന്റെ വീട്ടിൽ നിന്ന്. ഹലോ എടി, നീ വീട്ടിലുണ്ടാ? എനിക്ക് വീട് മാറിപ്പോയിടി. നിന്റെ ഭർത്താവ് പോയോ? ഞാൻ ദേ വരുന്നു. എന്റെ മോളെ, അവൻ ഇവിടുന്ന് പോയില്ലായിരുന്നെങ്കിൽ ഞാൻ നിന്നെ സംശയിച്ച് കൊന്നേനെ നിന്നെ. സമയം പറയും, പടത്തിന് പോണില്ലേ? പടത്തിന് അല്ലേ? പടത്തിന്. പാടി നമുക്ക് പടത്തിന് പോവാം. ഇന്റർവെല്ല് കഴിഞ്ഞ് കാണാം നമുക്ക്. ശരി, അപ്പൊ നമുക്ക് ഈ പെർഫോമൻസിൽ നിന്ന് തന്നെ കമന്റ് പറഞ്ഞു തുടങ്ങാം അല്ലേ? ഒരു കാര്യം വീണ്ടും 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 പറയാണ്, സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ഇത് സ്ക്രിപ്റ്റ് എഴുതിയിട്ടില്ല കേട്ടോ. ഇത് സ്പോട്ടിൽ കൊടുത്ത ടാസ്ക് ആണ്. ഗംഭീരായിട്ട് ചെയ്തു. അപ്പൊ നേരെ അങ്ങോട്ട് പോവാണ്. യെസ്,
അടിപൊളി, നന്നായിരുന്നു കേട്ടോ. നല്ല എന്താണെന്നറിയാം, എന്തായിരിക്കും അവസാനം എന്ന് അറിഞ്ഞുകൂടാതെ ഇരിക്കുമ്പോഴേക്കും കറക്റ്റ് സംഭവം അടിപൊളിയായിട്ടുണ്ടായിരുന്നു. എന്തൊരു നല്ല പാവം ഭർത്താവല്ലേ അയാള്. അതെ, ചക്കര ഭർത്താവ്. അനുവിന്റെ ട്വിസ്റ്റ്, എന്നിട്ട് സുമേഷിന്റെ ചേച്ചി വിളി, കൊള്ളാം. പിന്നെ റിഹേഴ്സൽ പോലും വേണ്ട അവന്. എക്സ്പീരിയൻസ് ഉണ്ട് സുമേഷേ. ഇത് ഓൾറെഡി പണം കൊടുത്ത് പിടിച്ചാണ് എങ്ങനത്തെ കേസിൽ എക്സ്പീരിയൻസ് ഉള്ള. ആരെ പിടിച്ചെന്നറിയാം. പക്ഷേ അന്ന് ഞാനാ വന്ന് രക്ഷപ്പെട്ടില്ല. പെരുമ്പാവൂര് വന്ന് പറഞ്ഞ ഞാനും സമതും കൂടി ഇവനെ പിടിച്ച് വേണ്ട. സുമയ്ക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്, നന്നായിട്ട്. അവനതിൽ ഭാവിയുണ്ട്, ഞങ്ങൾ അതുപോലെയല്ല. നന്നായിരിക്കണം കേട്ടോ. ചേച്ചിയുടെ ഒപ്പ് കൂടി മതിയായിരുന്നു. ചേട്ടാ എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി ഭയങ്കര സർപ്രൈസ്, കോമഡി എല്ലാം ഉണ്ടായിട്ടുള്ള ഒരു സ്കിറ്റായിരുന്നു. ഭയങ്കര പെർഫോമൻസ് ആയിരുന്നു, ഡാൻസ് എല്ലാം ചേർന്നിട്ടുള്ള. അനുഭവം കുറച്ച് കുറവുള്ളൂ. അതെ, ഇവർക്ക് എക്സ്പീരിയൻസ് ചേട്ടാ. ആർക്കും വേണ്ട. ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. ഉല്ലാസിന്റെ പിന്നെ ശ്രീവിദ്യയുടെ നെൽസന്റെ നന്നായിരുന്നു കേട്ടോ. ഓൾ റൈറ്റ്, സോ രണ്ട് ടീമും നന്നായിട്ട് പ്ലേ ചെയ്തു. ഓക്കെ ഗൈസ്, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. പിന്നെ എന്താന്ന് ശരി പറ്റിയതെന്നാണ്. അതെ, ഞാൻ ഈ പില്ലോ ഇങ്ങനെ ഇരുന്ന് കളിക്കുന്ന സമയത്ത് അറിയാണ്ട് ഇങ്ങനെ ആയിട്ട് എന്റെ ലിപ്സ്റ്റിക് ഇവിടെ പതിഞ്ഞു. കുഴപ്പമില്ല. ഓക്കെ, അതെന്തായാലും പ്രേക്ഷകർക്ക് ഒരു നവ്യാനുഭവമായിരിക്കും. ലക്ഷ്മി അനുഭവം, മീരാനുഭവം എന്നും പറയാം, കാവ്യ അനുഭവം എന്നും പറയാം. അങ്ങനെ പറയില്ല. കൂട്ടിക്കോ. ലക്ഷ്മി അടിച്ചു കയറി വാ, നന്നായിട്ടുണ്ട്. ലക്ഷ്മി ആ പില്ലോയിലും കൊടുക്കൂ അത്തരം ഒരു സിഗ്നേച്ചർ. അപ്പൊ അവര് തമ്മിൽ എന്തെങ്കിലും സംഭവിച്ചാന്ന് വിചാരിച്ചോളൂ. ശരി, സ്റ്റാർ മാജിക് നമ്മൾ ഇനി പോകാൻ പോണ ഗെയിമിന്റെ പേരാണ്, ശ്രദ്ധിച്ച് കേൾക്കണം. മൂവിങ് ഓൺ ടു ദ ഗെയിം ആൻഡ് ദാറ്റ് ഈസ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ്. ചിരിച്ച് മരിക്കും. ഇഷ്ടമെങ്കിൽ ചിരിക്കണം കേട്ടോ. മൂവിങ് ഓൺ ടു ദ ഗെയിം ആൻഡ് ദാറ്റ് ഈസ് പില്ലോ തല്ലോ. അയ്യോ, നിർത്താൻ പറ്റുന്നില്ല. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് ജോലി എടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ രാത്രി 12 മണി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഉണരൂലേ? പിന്നെ അതായത് രണ്ട് ടീം ഒരുമിച്ചായിരിക്കും കളിക്കേണ്ടായിരിക്കുക. ഒരു ടീമിൽ നിന്ന് ഒരാൾ വരുന്നു, ഈ ടീമിൽ നിന്ന് ഒരാൾ വരുന്നു, വന്നിട്ട് നേരെ ദാ ബ്ലാക്ക് ഒരു പോയിന്റ് കണ്ടോ, അതിന്റെ തൊട്ട് പിന്നിലായിട്ടിരിക്കണം. ഓക്കെ, ഇവിടെയും അങ്ങനെ തന്നെ രണ്ടുപേർക്കും ഞാൻ ഉമ്മ വെച്ചിട്ടുള്ള ഒരു പില്ലോ നമ്മൾ സമ്മാനമായിട്ട് നൽകുന്നതായിരിക്കും. ഇത് വെച്ചിട്ട് നിങ്ങൾ പില്ലോ തല്ലോ ഇങ്ങനെ നമ്മൾ ശരിക്കും ഈ തലോണക്കളി കളിക്കില്ലേ, അതേപോലെ നമ്മൾ കളിക്കണം. തല്ലി കളിക്കണം. ആരാണോ വീഴണേ ഓപ്പോസിറ്റ് പേഴ്സണ് പോയിന്റ് കിട്ടും. അപ്പൊ നമുക്ക് ആ പില്ലോ എടുക്കുന്നവർ ഓരോ ടീറ്റി എടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം അതിനകത്ത് ഉമ്മ വെച്ചിട്ടുണ്ട്. ശരി, അപ്പളേ ആരാ ആദ്യം വരണേ? സൂര്യ, എന്റെ മിസ്റ്റേക്കാ, സോറി. ഓടിയാൽ ആർക്കോ സാധനം മേടിച്ചു കൊടുത്തിട്ടുണ്ട്, മൈക്ക് ഓണാക്കി കിട്ടിയിട്ടുണ്ട്. ഓടിയാല് ആർക്കോ ആദ്യം വരുന്നു. ഒരു ക്ലൂ തരാം, രണ്ടിലും ഉണ്ട് ചക്കക്കുരു. അത് ബുദ്ധിയിൽ കുറവുള്ള ആൾക്കാരാണോ? ആന്ന് പറയാം. ഒരു ക്ലൂ കൂടെ തരാം. ഒരാളുടെ പേരിന്റെ തുടക്കത്തിലാണ്, മറ്റേ പേരിന്റെ അവസാനാണ്. തുടക്കത്തിലെ മണ്ഡമഹോത്സവത്തിലൂടെയാണ് തുടക്കം കുറിക്കാൻ പോകുന്നത്. ശരി, സോ ഈ ഗെയിം ആദ്യമായിട്ട് കളിക്കാൻ വരുന്നത് ഷിയാസ് ആൻഡ് ബിനീഷ്. എന്റെ പൊന്താവേ, ഇതിൽ ജയിക്കോ തോക്കോ? അടിച്ചു കയറി വാനോ. സോറി. ഇത് മാത്രമേ ഉള്ളത്. രണ്ട് പുക കൂടിപ്പോയി. സാധാരണയിൽ നിന്നും രണ്ട് പുക. ഒരെണ്ണം ഇരുത്തി തന്നെ ഏറ്റ്. വാശിയേറിയ മത്സരമാണ്, പക്ഷെ വാശി കാണിക്കേണ്ട ആൾക്കാരെ പേടിച്ച് അവിടെ ഷിയാസും ബിനീഷും. അങ്ങനെ കാല് കൂട്ടി പിടിച്ചാൽ വീഴും, ബാലൻസ് ചെയ്യാൻ പറ്റില്ല. റെഡി? രണ്ടുപേരും ഇങ്ങനെ ഡൺ പറയൂ, രണ്ട് കൈയും വീശിട്ട്. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഇത് പില്ലോ തല്ലോ കൗണ്ട് ഡൗൺ പ്ലീസ്.
ഷിയാസിക്ക ജിമ്മിൽ പോയിട്ട് ഇത്രയൊക്കെയുള്ളൂ ഒരു അല്ലേ? കാര്യമില്ല കേട്ടോ. ബാലൻസ് ചെയ്യാൻ പറ്റിയില്ല, അടിച്ച് കയറി വാ ബിനിഷ. അല്ല, Sorry, എന്റെ mistake ആ. തൽക്കാലം നീ അടി കൊണ്ടിട്ട് വലിച്ചു കയറി വാ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഷിയാസ് കുറച്ച് ഓവർ കോൺഫിഡന്റ് ആയിരുന്നു. രണ്ട് കൈയൊക്കെ വെച്ചിട്ട് ടീം അപ്പ പിടിച്ചിരിക്കണ പിടിയത് ടീമിന് ഭയങ്കര പേടിയാട്ടോ. മുമ്പൊരു ഗെയിമിൽ ടീം വീണിട്ടുണ്ടായിരുന്നു, അതിനുശേഷം ടീമിന് പേടിയാണ് അല്ലേ? പാലത്തിൽ ഒരു കുട്ടിത്തേവാൻ കിരിക്കുന്നല്ലോ. അതായത് നമ്മള് ബെസ്റ്റ് ഓഫ് 3 എടുക്കാൻ നിങ്ങളുടെ ഗെയിം കഴിഞ്ഞിട്ടില്ല. ഓക്കെ സിയാസേ, ഉന്നടെ കുണ്ടയ്ക്ക് ചുറ്റും തേൻ വണ്ടുകൾ പറക്ക പോത് പൂക്കളുള്ളത് ഇട്ടിരിക്കുന്നത് അല്ലേ? ആ പൂക്കളിട്ടതല്ലടാ, ചൊറി വന്ന പാടാന്ന്. എങ്ങാനും അടി കിട്ടിയിട്ട് നിങ്ങൾ വീഴാൻ പോവാൻ നിങ്ങൾക്ക് തോന്നിയ പിന്നെ മസിൽ പിടിക്കരുത് കേട്ടോ, വെള്ളത്തിലേക്ക് വീണേക്ക. പിന്നെ ഇങ്ങനെ ഇരുന്നിട്ട് മസിൽ പിടിക്കാൻ ഒന്ന് കൂളാവൂ, ഒന്ന് ഡീപ് ബ്രത്ത് എടുക്കൂ, ശ്വാസം വിടൂ. ആസ്മയൊക്കെ ഉള്ള പിള്ളേര് പതിവായിരിക്കുന്നതിലും 10 അടി തള്ളിയിരുന്നോണം പൊട്ടിപ്പാറുന്ന അടിയാ നടക്കാൻ പോകുന്നു. 5 കൊല്ലം മിസ്റ്റർ കേരള ആളാണ്. മിസ്റ്റർ കേരള മിസ്റ്റർ പെരുമ്പാവൂര്. 1 2 3 സ്റ്റാർട്ട്. വീഴല്ലേ? ചാടിയിട്ടിങ്ങനെ എന്നടാ സ്നഗ്ഗിയോ? വെള്ളത്തിൽ പോയി രണ്ടുപേരുടെ സ്ലഗ്ഗി പുറത്ത് വന്നത്. ഇവന്മാർക്ക് രണ്ടുപേർക്കും വട്ടാണോ? ബാസ്റ്റിൻ, നിന്റെ പൂന്തോട്ടത്തിന് ഞാൻ കാവൽ നിന്നോട്ടെ. തോട്ടക്കാരാ കാണുന്നുണ്ട്, എല്ലാരും കാണുന്നുണ്ട്. ഓക്കെ, അപ്പോ ഇപ്പൊ 1-1 ആണ് ലാസ്റ്റ് ഗെയിം. ശ്രീവിദ്യയെ ഇത്രയും ആസ്വദിച്ച് ചിരിക്കുന്നത് ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എന്താ ശരി? ലാസ്റ്റ് റൗണ്ടിലേക്ക് നമ്മൾ പോവാണ്. ഇപ്പൊ അറിയാം ഷിയാസ് ആണോ ബിനീഷ് ആണോ ജയിക്കാൻ പോണെന്നുള്ളത്. ശ്രദ്ധിച്ച് കളിക്കാം. കൗണ്ട് ഡൗൺ പ്ലീസ്. 3 2 1. ആദ്യം വീണത് ഷിയാസാണ്. ആദ്യം വീണത് കാര്യമില്ല. ഫസ്റ്റ് ഷിയാസ വീണത്. ദാറ്റ് മീൻസ് ഈ ഒരു ഗെയിം അത് കഴിഞ്ഞതിന് ശേഷമാണ് കരീമ് വീണത്. ഈ ഒരു ഗെയിം കഴിയുമ്പോൾ അതിൽ ജയിച്ചിട്ടുള്ളത് നമ്മുടെ ടീമിന്റെ ടീമാണ്. കൺഗ്രാജുലേഷൻ. എന്തൊക്കെയായിരുന്നു മനസ്സിൽ കൂടെ പോയിരുന്നേ? ആദ്യം ഇത്തിരി പേടിയുണ്ടായിരുന്നു. ആക്ച്വലി ആറ്റില്ല, ഏത് ആറ്റില്ല? നന്നായിട്ട് കളിക്കാൻ പറ്റിയില്ല. ഷിയാസ് നന്നായിട്ട് കഴിച്ചു. കഴിച്ചാ കാച്ചിലോ? ഏത് കാച്ചിലടാ? ഷിയാസ് നന്നായിട്ട് കളിച്ചു. പക്ഷേ മാച്ച് എനിക്കാണ്. താങ്ക് യു എവരിവൺ. അടുത്തത് ആ ടീമിൽ നിന്നും അത് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ശരണ്യ ആൻഡ് ദോ ടീമിൽ നിന്നും അത് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ചിലങ്ക. ചിലങ്ക കുട്ടി പേടിയുണ്ടോ? താഴെ ഒരു വല വീശിയിരുന്നോ? ചേട്ടാ ചാവാനിരിക്കുമ്പോ തമാശ പറയുന്നു. സുമേഷ്, ഞാൻ സീരിയസാ. നീയും കമ്പനിയുടെ ഒരു മൈക്ക് സ്റ്റാൻഡായി മാറുന്നു. ഫസ്റ്റ് ട്രൈ ആണ്. ഒരു കാര്യം ചെയ്യണം, രണ്ടുപേരും നന്നായിട്ട് കളിക്കണം. രണ്ടുപേർക്ക് ആപത്തൊന്നും വരാതെ. നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക്. ഒരു കാര്യം പറഞ്ഞോ? എന്താണ്? ബിനീഷിന്റെ പൂന്തോട്ടത്തിൽ നിന്ന് തേൻ കുടിച്ച 5 വണ്ടുകൾ മെഡിക്കൽ കോളേജിൽ ഫുഡ് ഇൻഫെക്ഷൻ അടിച്ച് കിടക്കുകയാണ്. ചേട്ടൻ ഇതിന്റെ സ്പെഷ്യലിസ്റ്റ് ആണോ? ഇത് അതെ അതെ. പുള്ളി അവിടെ തോട്ടത്തിൽ കാവല് നിൽക്കാന്ന് പറഞ്ഞതാ. ഞാൻ ഉദ്യാന പാലകനാണ്. ഇത്തരം കാര്യങ്ങളിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആണല്ലേ? ഞങ്ങൾക്ക് രണ്ടുപേർക്കും. ഓക്കെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. സോ കൗണ്ട് ഡൗൺ പ്ലീസ്. എന്റെ വീഴുന്നുണ്ടെങ്കിൽ ഇങ്ങനെ വീഴണം. തലാണ ഇവിടെ പുറത്ത് കളഞ്ഞിട്ടാണ് വീണത്. എന്റെ കോമ്പോ താഴെ വീണ്. ആള് കാണുന്ന പോലെ ഒന്നുമല്ല, ഒറ്റടിക്ക് എന്റെ കോമ്പോയെ താഴെ ഇട്ടല്ലോ.
റെഡി ഓക്കെ റെഡി 1 2 3 സ്റ്റാർട്ട് അടി ചിലങ്ക അടി അടി ചിലങ്ക അടി കൊള്ളാം. അത് ആരടാ പറഞ്ഞ ഏറ്റവും കൂടുതൽ വീണാലാ കൂടുതൽ പോയിന്റ് അടിച്ചു കയറി വാ. ഒരു കാര്യം മനസ്സിലായി, ചിലങ്ക പെട്ടെന്ന് വീഴുവല്ലേ. ലാസ്റ്റ് റൗണ്ട് ആണ്. മാക്സിമം ഡ്യൂറേഷനിൽ കളിക്കാൻ നോക്കണം ചിലങ്ക. ഓക്കെ മുറുക്കെ പിടിച്ചിരുന്ന് ഒരൊറ്റ അടി. റെഡി 1 2 3 സ്റ്റാർട്ട്. കൊട് 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 കൊട്. ഓക്കെ ഗുഡ് ജോബ് ശരണ്യ. ഇടി ചിലങ്ക, ഇടി ചിലങ്ക. അയ്യോ 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 കുട്ടേട്ടാ. അയ്യോ ഈ ചിലങ്കടോ നീ അങ്ങനെ സുഖിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഒറ്റ ഇടല് വെള്ളം. അങ്ങനെ പവനായി ശവമായി. ഇത് പെൺകുട്ടികൾക്കിടയിലെ ബിനീഷ് ബാസിനാണ്. ജിഷൻ ആൻഡ് അമീൻ. ഓക്കെ അമീൻ അറിയൂ എന്താണ് മനസ്സിലായി ജയിക്കോ? അവരോട് വളരെയധികം സ്നേഹത്തോടും കരുണയോടും പെരുമാറുന്ന ഒരാളാണ് ജിഷൻ ചേട്ടൻ. അത് ഈ ഒരു ഗെയിമിനകത്തും ചേട്ടൻ ആ ഒരു ക്വാളിറ്റി കാത്തു സൂക്ഷിക്കുമെന്ന് ഞാൻ ഒന്നും പ്രതീക്ഷിക്കണ്ട. അവൻ സൈക്കോയാ. അല്ല നീ ഇപ്പൊ അനിയൻ എന്നൊക്കെ പറഞ്ഞിട്ട് നീ എന്നെ അങ്ങനെ പ്രായം കണ്ടോ ഞാൻ പറഞ്ഞില്ലേ, അതിനുള്ളത് ഞാൻ നിനക്ക് തരാം കേട്ടാ. ഈ റൗണ്ടിൽ നമുക്ക് ഇതിന്റെ പേര് മാറ്റാം. എന്താ? മരക്കൊമ്പിൽ 2 കുരങ്ങന്മാർ. ശരി കൗണ്ട് ഡൗൺ കൊടുക്കാം. കൗണ്ട് ഡൗൺ പ്ലീസ്. 3 2 1. അടിയേട്ടാ അങ്ങോട്ട്. ആ അടി. ദൂരന്തരാളപ്പെടരുത്, സമാധാനത്തിൽ കളിച്ചാൽ മതി. ഇപ്പൊ മാറ്റാം, പേര് മാറ്റാം. അല്ലല്ല. ബാലൻസ് പോയ കുരങ്ങൻ. അത് പക്ഷെ ഭയങ്കര വെറൈറ്റി ആയിരുന്നു. കറങ്ങി അടിച്ചവൻ. ജിഷേട്ടാ ആക്ച്വലി ഇവിടെ എന്താ സംഭവിച്ചേ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യോ? ഞങ്ങൾക്ക് മനസ്സിലായില്ല. ഞാൻ അവന്റെ തലക്കടിച്ച് വീഴിക്കാനുള്ള ശ്രമമായിരുന്നു, പക്ഷെ പാളിപ്പോയി ചെറുതായിട്ട്. പക്ഷെ കുഴപ്പമില്ല, ഇനിയുണ്ടല്ലോ. ചെറുതായിട്ടല്ല വലുതായിട്ട് പാളി. ഈ ഇതിലൊന്ന് തളരുന്നവനോ തോക്കുന്നവനോ അല്ല ഈ ജഷൻ. ഉയർത്തെഴുന്നേറ്റ് വരുന്നവരാണ്. കയ്യടിക്കടാ. ഇത്ര വലിയ ഡയലോഗ് അടിച്ചിട്ട് ഇത്രയും മോശമായി പോയ സംഭവം. കഴിവില്ലെങ്കിൽ അംഗീകരിക്കണം മിസ്റ്റർ. കഴിവില്ലെങ്കിൽ തെളിയിച്ച് കാണിക്കണം. കാണാം. ആരും കേൾക്കണ്ടെന്ന് പറഞ്ഞു. നമ്മളിപ്പോ അടുത്ത റൗണ്ടിലേക്ക് പോകാൻ പോവാണ്. സെക്കൻഡ് റൗണ്ട്. സോ ഇവരെങ്ങനെ കളിക്കും? കൗണ്ട് ഡൗൺ പ്ലീസ്. ജിഷനെ ഞാൻ പറഞ്ഞില്ല അവൻ സൈക്കോയാന്ന്. അത് പാടില്ല. അളിയാ ഈ പ്രദർശന ക്യാമ്പിനേക്കാളും നല്ലത് വീഴുക. എന്നാ വിട്ടേക്ക മീനെ പറ്റില്ലെങ്കിൽ. വെള്ളത്തിൽ പോയി. നന്നായിട്ട് കളിച്ചു കേട്ടോ. ലാസ്റ്റ് മിനിറ്റ് വരെ ഹോൾഡ് ചെയ്ത് തന്നു. റെഡി ലാസ്റ്റ് ആൻഡ് ഫൈനൽ റൗണ്ട്. ഇപ്പൊ 1-1 ഇതിൽ ആര് ജയിക്കുന്നു എന്നുള്ളതിലായിരിക്കും കേട്ടോ ക്ലൈമാക്സ്. സോ കൗണ്ട് ഡൗൺ പ്ലീസ്.
ശരി. കഞ്ചാവ് ജയിച്ചു, നിഷ്കളങ്കൻ തോറ്റു. കഴിഞ്ഞ ഗെയിം നടന്നില്ലേ കഴിഞ്ഞ ബിനിസാസിന്റെ അടുക്കൽ പറയാം ക്രൗൺ ടൗൺ പ്ലീസ് ഒന്ന്. സോ ഇപ്പോഴത്തെ ഒരു പോയിന്റ് നില എന്ന് പറഞ്ഞാൽ ഇവിടെ 2 പോയിന്റ്സും അവിടെ 1 പോയിന്റും ആണ്. സോ ഇപ്പൊ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ടീമാണ്. അടുത്ത റൗണ്ടിലേക്ക് പോവാം. ഇവിടുത്തെ പോയിന്റ് നിലയല്ലേ പറഞ്ഞേ? ഇനി ബിനീഷ് മാഷിന്റെ മനോനില എന്ന് പറഞ്ഞേ നിങ്ങൾ. അവന്റെ മനോനില എന്ന് പറ. അടുത്തത് സമപ്രായക്കാരെ നമുക്ക് കൊടുക്കാം. ദേവിക്കുട്ടി ആൻഡ് അനുക്കുട്ടി. ദേവിയുടെ പ്രായത്തിന്റെ അത്രയും തന്നെ ഉള്ള ഒരു സ്ത്രീ. ഇത് വളർച്ച മുരടിച്ചു പോയിന്നുള്ളൂ. നല്ല മൂത്തതാ. അനു ഓക്കെ അല്ലേ? ഞാൻ ഓക്കെ അല്ല ചേച്ചി. അതെന്താ ഓക്കെ അല്ലാത്ത? എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. എനിക്ക് 2 കാലും വേനിക്കുന്നു. ഇപ്പഴത്തെ ദേവിയുടെ അടുത്ത് വെക്കട്ടെ. ദേവിക്ക് ഇവക്ക് പ്രായത്തിന്റെ അനുസരിച്ചുള്ള വാദം. കൈവിട്ടോ വീഴും. അപ്പൊ കൈവിടണ്ട. പറ്റൂല. ഞാൻ ഉദ്ദേശിച്ച പാല് ഇതല്ല ചേച്ചി. ഇതെന്തായിരുന്നു? ഞാൻ കുറച്ചും കൂടെ സൈസ് കുറഞ്ഞതാ ഉദ്ദേശിച്ചത്. റെഡി, കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. മോളെ അടിച്ച മോളെ. അവളെ കള്ളത്തരാണ്. അടിച്ചോ. മോളെ അടിക്കും മോളെ. വേഗം അവള് സംസാരിച്ചതിന് എത്തി അടിക്കും. എന്നാ വീശി കളിക്കണോ? അയ്യോ നോവു. നോവു. എന്താ അവൾ അടിക്കുകയും ചെയ്യും. അനു അനു അടിക്കേ. ദേവി അനു പറ്റിക്കൂട്ടോ. അങ്ങനെ സ്ട്രോങ്. പോയി അനുപോയി. കണ്ടോ? ശരിയല്ല. അവളെ ശ്രദ്ധിക്കണം. അവളും സൈക്കോയാ. അവള് കുരങ്ങ് പിടിച്ചിരിക്കുമ്പോ അതെ ഗ്യാപ്പ് സ്പീഡില് പോട്ടെ. അടി അടിക്കട്ടെ. അമേസിംഗ് അടി. ഓക്കെ, അപ്പൊ ദേവി ഗുഡ് ജോബ്. അടുത്ത കേറിക്കോ. കഴിഞ്ഞിട്ടില്ല. അനു കഴിവ് തെളിയിക്കുന്നു. ഒന്നും മേടിക്കണ്ട. അനു ചേച്ചിയെ എന്നെ അവൾ അടിച്ച് തറയിലിട്ടു. അല്ല വെള്ളത്തിലിട്ടു. അവള് പറയാണ് നിന്നെ. ശരി. വാശിയായി. നീ കണ്ടോടെ? കണ്ടു. പിന്നെ എന്തോ നോക്കിക്കൊണ്ടിരിക്കുന്നത്? വിളിച്ചോണ്ട് ഇറങ്ങണേ ഇതിനെ. നിന്റെ നെഞ്ചത്തെ സ്റ്റാർ മാജിക് അവള് പറിച്ചെടുക്കും. നീ പൊക്കോ. ഇതവളുടെ അഭിനയമാണെങ്കിൽ ഒരു അവാർഡ് കൊടുക്കണം. റെഡി അനു? ഓക്കെ അല്ലേ? റെഡി. ഓക്കെയാണ്. റെഡി, കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. അതൊക്കെ എന്നൊക്കെ പറയും. അതൊക്കെ അഭിനയാണ്. അവള് പേടിയാന്നൊക്കെ പറഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടും വീഴാൻ തുടങ്ങുമ്പോ അടിക്കണം. അത് മോശം. അയ്യോ അനുവിന്റെ
കണ്ണില് വെച്ച ലെൻസ് കാണാതെ പോയി. ഈ കൊച്ചു വീഴുന്നില്ല. ആഹാ വിഴുന്നില്ല. ഈ മൂന്നാമത്തെ ഗെയിമിൽ ഞാൻ വീഴ്ത്തോളാം. വിഴുന്നില്ലെങ്കിൽ നമുക്ക് കടലമാവ് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അവിടെ ദേവിക്കുട്ടി, അനു എന്താണ് ഗെയിമിന് മുന്നേ സീക്രട്ട് ആയിട്ട് പറയണേ? പതുക്കെ പതുക്കെ അടിക്കാന്നേ, എന്നിട്ട് എന്നെ ഉറക്കം അടിക്കുന്നേ ചേച്ചി. ആദ്യം എന്നോട് പറയുന്നത് പതുക്കെ പതുക്കെ അടിക്കാൻ. അങ്ങോട്ടും ഇങ്ങോട്ടും പതുക്കെ പോവാം, സോഫ്റ്റ് ആയിട്ട് കളിക്കാനൊക്കെ. ജപ്പാന്റെ ഷൂവും കേരളത്തിന്റെ ദേവും തമ്മിലുള്ള മത്സരമാണ്. പില്ലോ തല്ലുന്റെ ലാസ്റ്റ് റൗണ്ട് ആണ് ഇവർ തമ്മിൽ ഈ സെഗ്മെന്റില്. സോ അനു വാശിയോടെ പറഞ്ഞിട്ടുണ്ട് ഇത് ഞാൻ ജയിച്ചിരിക്കും എന്ന്. അങ്ങനെയാണെങ്കിൽ നോക്കാം, കൗണ്ട് ഡൗൺ കൊടുക്കാം. കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. ജാക്കി ചാന്റെ പെങ്ങളും ദേവി വെയിറ്റിംഗ് ഇല്ല, അനു വെയിറ്റിംഗ് ഇല്ല. ആ സമയത്ത് അടിക്കണേ. എപ്പിസോഡ് കണ്ടവരെന്ത് വിചാരിക്കും? അഭിനയമാണ്, അവൾ അഭിനയമാണ്. അതെന്താ ബാനർ പറിച്ചു കളഞ്ഞോ? ദേവി വെയിറ്റിംഗ് ഇല്ല, വെയിറ്റിംഗ് ഇല്ല. സ്പീഡില് സ്പീഡില് വെയിറ്റിംഗ് ഇല്ല, വെയിറ്റിംഗ് ഇല്ല. സ്പീഡില് സ്പീഡില്. ആ എന്തിനാ കൊള്ളം വെയിറ്റ് ചെയ്യണേ? അങ്ങനെ ഞങ്ങളുടെ കൊച്ചിന്റെ തലയോട്ടി പുറത്തു പോയി. സ്റ്റാർ മാജിക് കണ്ടുപിടിച്ച അനുവിനെ പച്ചക്കടിച്ച് താഴെ ഇട്ടിരിക്കുന്നു. രണ്ടുപേരും നന്നായിട്ട് കളിച്ചു. ഈ ദേവി ഭയങ്കര റെസ്പെക്റ്റോടെ ഗെയിം കളിച്ചു കേട്ടോ. ഒരടി കൊടുക്കും എന്നിട്ട് വെയിറ്റ് ചെയ്യും. കള്ളിയാണ് ചേച്ചി. ആ പിന്നെ ഞാൻ പറഞ്ഞു മക്കളെ നീ എന്നെ പതുക്കെ അടിക്കണം, ഞാൻ നിന്നെ പതുക്കെ വിളിച്ചോ? എന്നോട് പറഞ്ഞ പതുക്കെ കളിക്കാൻ, നമുക്ക് പതുക്കെ കളിക്കാന്ന്. അപ്പൊ ഞാൻ പതുക്കെ അടിച്ചോണ്ടിരുന്നേ, എന്നിട്ട് ചേച്ചി ഓരോ അടിക്ക് സ്പീഡ് കൂട്ടിക്കൊണ്ടിരുന്നു. അപ്പൊ ഞാനും സംഭവിച്ച ചെവിയൊക്കെ അടിച്ച് ചേച്ചി. ഞാൻ അത്രേ ചെയ്തുള്ളൂ. അതിനാ അവൾ അങ്ങനെ എനിക്ക് തലക്ക് കിട്ടി, എന്റെ ഇവിടെയൊക്കെ കിട്ടി. അനു പറഞ്ഞേട്ടോ വെള്ളത്തിന് കട്ടി കൂടുതലായതുകൊണ്ടാണ്. എനിവേസ് ഈ പോയിന്റ് സ്കോർ ചെയ്തിട്ടുള്ളത് ഈ 17 വയസ്സുകാരി, സോറി 18 വയസ്സുകാരിയാണ്. ഗുഡ് ജോബ്. പകുതി പ്രായമുള്ളൂ. അടുത്തതായിട്ട് ഈ ടീമിൽ നിന്ന് ഇറങ്ങാൻ പോകുന്നത് വീണ്ടും ഒരു ഉള്ള ഒരാളാണ്, മിസ്റ്റർ സുമേഷ്. ഓ വെള്ളം ചൊറിച്ചിലല്ലേ? അല്ല കുപ്പി വേണോ? ഫുള്ളാ പൈൻറ്റാ. നെൽസൺ ചേട്ടൻ ആൻഡ് സുമേ. അപ്പോ രണ്ടുപേരും ഭയങ്കര സുഹൃത്തുക്കളാ. സുമയ്ക്ക് എന്താ നെൽസൺ ചേട്ടനോട് പറയാനുള്ളത്? നെൽസനടുത്ത് പറയാനുള്ളത് പേടിക്കാനുള്ളത് പേടിക്കുക. ചുമ്മാ ആവശ്യമില്ലാത്ത പേടിയൊന്നും വേണ്ട. അങ്ങനെ വലിയ ഉപദ്രവമൊന്നും കാണത്തില്ല. വലിയ ഉപദ്രവമൊന്നും ഇല്ല. അല്ല ഞാനേ നീ അപ്പൊ ദൂരെ ഇരുന്നപ്പോഴേ എനിക്ക് ഒരു സമാധാനം ഉണ്ടായിരുന്നു, ഒരു ആശ്വാസം. നീ അടുത്തടുത്ത് വന്നപ്പോ ഒരു കാണലിങ്ങനെ കേറി ഇതൊക്കെ പറയും. അടിക്ക് എന്നെ താഴെ എനിക്കറിയാം. ഇല്ലടാ ഞാൻ വീഴും. നിങ്ങൾ വാച പിടിക്കാതെ കളിക്കൂ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. നെൽസ ടെസ്റ്റ് അടിച്ച് നോക്കിയതാണോ നെൽസ? ഇത് അടിച്ചു വീലായതാ, അടിച്ചു വീലായത്. സൂര്യനാട് ഇത്രേ ഉള്ളൂ. ഇത് നെൽസൺ ക്രൂരനാടല്ല, ഇത് നെൽസൺ തൂവൽ നാട്. റെഡി, വീണ്ടും സെക്കൻഡ് റൗണ്ടിലേക്ക് പോവാണ്. ഇതിൽ എന്ത് തന്ത്രമായിരിക്കും എന്നുള്ളത് നോക്കാട്ടോ. റെഡി, 1, 2, 3 ഗോ. 3, 2, 1. അയ്യോ നോവും. എടാ നെൽസ നിനക്ക് ഭ്രാന്താണോടാ? നെൽസൺ ചേട്ടാ
എന്തിവിടെ സംഭവിക്കണേ? ഇത്ര ആരോഗ്യമില്ലാത്ത ആളാണോ? കൊടുക്കാൻ രക്ഷയില്ല മോനെ, അവനെ ഒറ്റ അടിക്കാൻ ഇടുക. പക്ഷേ ഇവിടെ നെൽസൺ ചേട്ടൻ അടിച്ചിട്ടാണല്ലോ നെൽസൺ ചേട്ടൻ വീണത്. അതെ, അവൻ പാറ പോലെ പോലെ ഇരിക്കുക ഒരു മനുഷ്യൻ. എടാ നെൽസ, നീ കവുങ്ങിന്റെ പുറത്ത് കയറുന്ന കുടിയം കളിക്കാണോടാ? അല്ലടാ, ഇതേ വെൽഡ് ചെയ്ത് വെച്ചൊക്കെ നോക്കിയാ അവനെ അടിച്ചിട്ട് അനങ്ങുന്നില്ല. എന്റെ കജരി ഒന്ന് വീണു കൊടുക്ക. സുമേഷ, നീ എന്ത് സാധനോട് അടിച്ചേ? അനങ്ങുന്നില്ലല്ലോ. ക്ലൈമാക്സിലേക്ക് പോവാട്ടെ. പക്ഷെ ക്ലൈമാക്സില് ചെറുതായിട്ട് കളം മാറുമെന്ന് എനിക്കൊരു സംശയമുണ്ട്. കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. എടാ, അവന്റെ തലയിൽ നിന്ന് വെള്ളം തെറിച്ചുണ്ടോ? കരിങ്കല്ല. Come on. ഷാപ്പിൽ നിന്ന് ആളെ വിളിക്കണം, പുള്ളിനെ എടുക്കണേ. നൈസ് മൂവ്. വെരി 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 ഇൻട്രസ്റ്റിംഗ്. അടിപൊളി. ശരിക്കും എന്താ സംഭവിച്ചത്? ഞാൻ ഫസ്റ്റ് വിചാരിച്ചത് നിങ്ങൾ തമ്മിൽ അണ്ടർസ്റ്റാൻഡിംഗിൽ ചേട്ടൻ വീഴുന്ന. അല്ലല്ല, എന്തുണ്ടായേ സംഭവം? എനിക്ക് ബാലൻസ് ഇല്ല, അധികം ബാലൻസ് ഇല്ലായിരിക്കും. കുഴപ്പമില്ല, വീഴത്തില്ലെന്ന് പറഞ്ഞിരുന്നു. ഇവൻ ദൂരെ ഇരുന്നപ്പോൾ എനിക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു. അടുത്തടുത്തടുത്തടുത്ത് വന്നിട്ട് എന്നെ ഇങ്ങനെ നോക്കിയവൻ. ഞാനെന്തിനാ ഒന്ന് പാളി കഴിഞ്ഞ് അവൻ ഇങ്ങനെ നിന്നിട്ട് ഞാൻ ചെറുതായിട്ട് അടിച്ചു നോക്കി. അടിച്ചിട്ട് എന്റെ ദൈവമേ, ഇവൻ ഇതാ ഇങ്ങനെ ഒരു ഒറ്റ നിലയല്ലാതെ ഇവൻ ആടുന്ന പോലും ഇല്ല. എന്തോ ഒരു അമാനുഷിക ശക്തി നമ്മുടെ സുമയിൽ ഉണ്ട് എന്നുള്ള ഒരു ധാരണയിലാണ് മിസ്റ്റർ നെൽസൺ ചൂരനാട്. സോ കൺഗ്രാറ്റുലേഷൻസ് ടു ദിസ് ടീം. ഈ ടീമാണ് ജയിച്ചിട്ടുള്ളത്. തോറ്റിട്ടുള്ളത് ആ ടീമാണ്. നോ പ്രോബ്ലം. എനിവേസ് കൺഗ്രാറ്റുലേഷൻസ് ടു ദിസ് ടീം. ഗുഡ് ജോബ്. ഇനി കളിക്കാത്തവര് ഒന്ന് ഫോർവേഡ് വരാമോ പ്ലീസ്? കളിക്കാത്തവർക്കുള്ള പണിഷ്മെന്റ് ആണ്. വന്നോളൂ. എന്തായിരുന്നു നിങ്ങൾ കളിക്കാത്തത്? ജസ്റ്റ് നിങ്ങളുടെ റീസൺ, കാരണം പ്രേക്ഷകർക്ക് അറിയേണ്ടി വരുമായിരിക്കും. എല്ലാ ഗെയിമും ഞാനാണ് കളിച്ച് ജയിപ്പിക്കുന്നത്. അപ്പൊ ഞാനില്ലാതെ എന്റെ ടീം സർവൈവ് ചെയ്യുമെന്ന് എനിക്കൊന്ന് കാണണമായിരുന്നു. വഴി മാറി കൊടുത്തു ബാക്കിയുള്ളവർ കളിക്കട്ടെ. എന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് ഓവർ വെയിറ്റ് ഉണ്ട്, നടുവിന് പ്രശ്നം ഉണ്ട്. എന്തേലും ഒരു പണി വാളി വീണ് കഴിഞ്ഞാൽ പ്രശ്നമാകും. വീടിന്റെ ലോൺ, കാറിന്റെ ലോൺ, കാലോ കയ്യോ തിരിഞ്ഞു പോയാൽ തീർന്നു. ഇതൊന്നും ഓക്കെ ആയിട്ടില്ല. അതാണ് സത്യത്തിലെ അവസ്ഥ. ഓക്കെ, എന്താണെങ്കിലും ഇവര് ഗെയിം കളിച്ചിട്ടില്ല, ശരിയാണ്. അപ്പൊ അവർക്ക് അതിൻ്റെതായിട്ടുള്ളൊരു പണിഷ്മെന്റ് ഉണ്ട്. അല്ല വേണ്ടേ, അത് കുഴപ്പമൊന്നുമില്ല. അല്ല, പക്ഷെ ഞങ്ങൾക്ക് കുഴപ്പമുണ്ട്, നാട്ടുകാർക്കും കുഴപ്പമുണ്ട്. അതായിരുന്നു എല്ലാരും മൈക്കൂരി വെച്ചിട്ട് ശിവ ശിവ അങ്ങോട്ട് വിളിച്ചിട്ട് പോവല്ല, അങ്ങോട്ട് തീർത്ഥത്തിലേക്ക് അങ്ങോട്ട് ഇറങ്ങി. കുഴപ്പമൊന്നുമില്ല. ഇത് ഗംഗയാണെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. ഗംഗയിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള തെറ്റുകളെല്ലാം തേച്ച് മാച്ച് പോവാനുള്ള പ്രായശ്ചിത്തം ഒന്ന് ഏറ്റു പറഞ്ഞ് മുങ്ങി നിവരിക. അപ്പൊ ഒരു പ്രസാദം കിട്ടും നിങ്ങൾക്ക്. ശ്രീവിദ്യ, ആദ്യമായിട്ടാണ് ശ്രീവിദ്യയും കോമ്പവും കൂടെ ഒരുമിച്ച് ഒരു പൂളിൽ അല്ലെങ്കിൽ ഗംഗയിൽ. ശ്രീവിദ്യ മനസ്സിലാലോചിച്ചോ ചെയ്ത പാപങ്ങളെല്ലാം? രണ്ട് മീമർത്തെടുത്ത പാപം. ഞാൻ എന്നാടി മുങ്ങാവഴി കിട്ടോ? എന്ത് കാണിക്കാ? കമോൺ ശ്രീവിദ്യ, ഷൈൻ ചെയ്യൂ ശ്രീവിദ്യ, ഷൈൻ ചെയ്യൂ. ഇത് ശ്രീവിദ്യ തലനടിക്ക് നരസിംഹത്തിൽ ലാലേട്ടൻ അടിച്ചല്ലേ അതുപോലെ ഫുൾ ആയിട്ട് മുക്കണം. ഇല്ല, മുങ്ങിയില്ല. മതി എത്രേ. ഓക്കെ ഓക്കെ, ഷിയാസ് പ്രസാദം കൊടുക്കൂ. ഷിയാസിന് കയറി നിൽക്കാൻ വെള്ളം. അടുത്ത ആള് ബിനുചേട്ടൻ. ബിനുചേട്ടൻ അഭിമാനത്തോടുകൂടിയാണ് ഈ ഒരു ഈ ഒരു ചടങ്ങിലേക്ക് വരണേ. വരൂ ബിനുചേട്ടാ. സ്പോർട്സ്മാൻ സ്പിരിറ്റില് എല്ലാ പാപങ്ങളും ഏറ്റു പറഞ്ഞ് ആലോചിച്ച് മുങ്ങിക്കോളൂ. എന്നാ പാപം? എല്ലാവരും ദൈവമേ, അങ്ങനെയാണ് ലക്ഷ്മിയൊക്കെ എവിടെ നിന്ന് മുങ്ങണ്ടേ? അപ്പോ അടിമാലി, ഓൾ ദ ബെസ്റ്റ്. ഷൈൻ ചെയ്യ അടിമാലി. ഇത് കണ്ടു കഴിഞ്ഞ ഒരു സിനിമയിൽ ചാൻസ് വന്നു. നരസിംഹത്തിലെ ലാലേട്ടനാണ് കേട്ടോ നമ്മുടെ മനസ്സിൽ. നരസിംഹത്തിലെ ലാലേട്ടൻ.
സർവേശ്വരന്മാരെ സകല പാപങ്ങളും പൊറുക്കണമേ. കലങ്ങിയില്ല. മുങ്ങിയില്ലാന്ന്. ശ്രീവിദ്യ കറക്റ്റ് ചെക്ക് ചെയ്യൂ. പാർട്ട്ണറാ പറയണ്ടേ മുങ്ങിയോന്ന്. മുങ്ങിയോന്ന് നോക്കൂ, അല്ലെങ്കിൽ മുക്കിക്കോളൂ. റെഡി? പുള്ളി മുങ്ങിക്കോളും, ഇല്ലെങ്കിൽ മുക്കിയാ മതി. ഒരു കാര്യമുണ്ട്, ഇപ്പൊ ഒന്ന് കണ്ടോണേ, മുങ്ങി എഴുന്നേക്കുമ്പോ എന്താ അവസ്ഥ അറിയില്ലല്ലോ. ചേട്ടൻ മുങ്ങിയില്ലെങ്കിൽ ശ്രീവിദ്യ മുക്കും. ഓക്കെ. ഷിയാസ് പ്രസാദം. ഈ പൂള് നമ്മള് വറ്റിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അതിന് വേണ്ടിട്ട് ഒരു ടാങ്കർ ലോറി വരുന്നുണ്ട്. ഉല്ലാസ് പന്തളം. ഈ ആളാണോ അതിന്റെ മുകളിൽ നിന്ന് വീഴുന്ന് പറഞ്ഞ? ഗുഡ് അറ്റംപ്റ്റ്, ഗുഡ് സ്പിരിറ്റ്. അടിപൊളി അടിപൊളി. കണ്ടോ പറഞ്ഞു വീണ്. അതെ ഉല്ലാസേട്ടൻ പറയാ, ഇതെന്താ വെള്ളം കാണാത്ത പോലെ. ഉല്ലാസമുള്ള കളറളവി. പ്രസാദം കൊടുക്കാം. എയ്ഡ്സിന്റെ ചിഹ്നോ? ഉല്ലാസിന്റെ കഴുകിയ വെള്ളം തീർത്ഥത്തെക്കാളും പുണ്യമാ. വയറിനുള്ളിലെ വെള്ളം ഓളം വെട്ടുന്നു. ശരി ഐഷു, വെറുതെ ഒന്ന് വെള്ളത്തിലേക്ക് ഇറങ്ങാ, അടി പേടിക്കാൻ പോവാ. ഐശ്വര്യ എനിക്ക് തല്ലണം, ഒരു കടവുണ്ട്. എന്നാ ഷിയാസ് ഐഷുന് ബിനീഷ്. എല്ലാവരും ഹാപ്പി അല്ലേ? ക്ലൈമാക്സ് സൂപ്പർ അല്ലേ? താങ്ക് യു. സോ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് നേരെ നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റ് അവർ രണ്ടുപേരും നേരെ ആ ഹോട്ട് സീറ്റിലേക്ക് നോക്കുമ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഓൾ ടോട്ടൽ? എന്താ നമ്മുടെ പ്രേക്ഷകരുടെ അടുത്ത് പറയാനുള്ളത്? സന്തോഷമുണ്ട്, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു വേദി കിട്ടിയതിലും. അത് ഞങ്ങൾക്ക് ഇവിടെ ഒന്ന് ഡാൻസ് ചെയ്യാൻ പറ്റിയതും നിങ്ങളുടെ കൂടെ എല്ലാം ഡാൻസ് ചെയ്യാൻ പറ്റിയതിലും വളരെയധികം സന്തോഷമുണ്ട്. വീണ്ടും ഞങ്ങൾ വരാൻ തയ്യാറാണ്. ഞങ്ങൾ വിളിക്കാനും തയ്യാറാണ്. താങ്ക് യു സോ മച്ച് ചേട്ടാ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഓക്കെ, 40 വർഷത്തിന് ശേഷം രവിയുടെ കൂടെ വീണ്ടും കളിക്കാൻ ഒരു അവസരം കിട്ടി. ഇനിയും ഇതുപോലെ എല്ലാവരുടെയും പേരൊക്കെ നല്ലോണം മനപ്പാടം ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ തിരിച്ചു ഞാൻ വരാം. Always welcome to this. Thank you. So much both of you. We had fun. അതുപോലെ തന്നെ നിങ്ങളും ഒരുപാട് എൻജോയ് ചെയ്തു, ഒരുപാട് മെമ്മറീസ് ചെറിഷ് ചെയ്തു എന്നുള്ളത് അറിയാം. So once again thank you so much for your valuable cooperation. പ്രേക്ഷകർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇതെല്ലാം ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ഇതാ വൈൻഡ് അപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും ഞങ്ങൾ വരാം. So now we are saying bye from Amrthaveni, Hair Elixir, Star Magic. Bye.